ഓക്കെ, അപ്പോൾ നമ്മളിന്ന് മൊഡ്യൂൾ 1 സ്റ്റാർട്ട് ചെയ്യുകയാണ് FPGA. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് FPGA സിലബസ് ഒന്ന് കാണാം. ഇതാണ് FPGA ബേസ്ഡ് സിസ്റ്റം ഡിസൈനാണ് സബ്ജക്റ്റിൻ്റെ പേര്. സബ്ജക്റ്റ് കോഡാണ് ഈ കാണുന്നത് 221TC007. അതിൽ നിങ്ങൾക്ക് വരുന്നത് അസസ്മെൻറ്റ് വരുന്നത് മൊത്തം 100 മാർക്കിനാണ് എക്സാം. അതിൽ എക്സ്റ്റേണൽ എക്സാം 60 മാർക്കിനും ഇൻറ്റേർണൽ എക്സാം 40 മാർക്സിനുമാണ്. എക്സാം വരുന്നത് ടോട്ടൽ 2.5 അവേഴ്സാണ് എക്സാം നിങ്ങൾക്ക് വരുന്നത്. അതിൽ ഇൻറ്റേർണൽ മാർക്ക് 40 മാർക്സ് വരുന്നത് ഇങ്ങനെയാണ്. 40 മാർക്സ് നിങ്ങൾക്കൊരു കോഴ്സ് ബേസ്ഡ് പ്രോജക്റ്റ് ചെയ്യാനുണ്ട്. അതെന്താണെന്നുള്ള സമയമാകുമ്പോൾ ഞാൻ പറയാം. ഒരു മൈക്രോ പ്രോജക്റ്റ് പോലെ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അതിന് 20 മാർക്സും പിന്നെ നിങ്ങൾക്ക് കോഴ്സ് ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്കൊരു സെമിനാറോ ഒരു ക്വിസ് പ്രോഗ്രാമോ ഒക്കെ നടത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുക്കാനായിട്ട് ആ ടാസ്കിന് 10 മാർക്കും പിന്നെ ഒറ്റ ടെസ്റ്റ് പേപ്പറേ ഉള്ളൂ. ആ ടെസ്റ്റ് പേപ്പർ 10 മാർക്കിന് നടത്താനാണ് പറഞ്ഞേക്കുന്നത്. അതാണ് ടോട്ടൽ 40 മാർക്സ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ സിലബസ് വരുന്നത്. സിലബസിൽ ഇങ്ങനെ ആദ്യത്തേതിനകത്ത് എന്താണ് FPGA എന്താണ് FPGA നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേയ്സ്, അതാണ് FPGA എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ബേസ് ഉണ്ടാവാം ഒരു പക്ഷേ VLSയിൽ പഠിക്കുമ്പം. അപ്പം അതിന് നമുക്ക് ഫസ്റ്റ് മോഡുള്ള FPGA മെയിനായിട്ട് ഇതിനകത്ത് വെരിലോഗ് കോഡിംഗ് ആണ്. ഫസ്റ്റ് മോഡിൽ തന്നെ എഴുതിയിട്ടുണ്ട് വെരിലോഗ് HDL. വെരിലോഗ് വെച്ചിട്ടുള്ള ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ആണ് വരുന്നത്. അതിനകത്ത് എന്തൊക്കെ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, എങ്ങനെ ഒരു പ്രോഗ്രാം എഴുതാം, അതാണ് ഫസ്റ്റ് ഈ മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതും. പിന്നെ എന്താണ് FPGA, അതിൻ്റെ സിസ്റ്റം എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിലുള്ളത്. സെക്കൻഡ് മൊഡ്യൂളിലോട്ട് നമുക്ക് കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് വരുന്നത് കൂടുതലും. തേർഡ് മോഡൽ FSM ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, മെയിലി മോറിയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ലാസ്റ്റ് മൊഡ്യൂളാകുമ്പോൾ കുറച്ചും കൂടെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള മൊഡ്യൂൾസാണ്. പ്രോഗ്രാമർ ലോജിക്, ROM എന്താ, PLA എന്താ, അതൊക്കെ കുറച്ചുകൂടെ തിയറി ആയിട്ടുള്ള പോർഷൻസ് ഉണ്ട് ലാസ്റ്റ് മൊഡ്യൂളിൽ. ഓക്കെ, എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റിനോടെ നമുക്ക് യൂണിവേഴ്സിറ്റി തരുന്നുണ്ട്. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റിക്ക് വരുന്നത്. പാർട്ട് എയും പാർട്ട് ബിയും ആയിട്ടായിരിക്കും. പാർട്ട് എയിൽ 5 ക്വസ്റ്റ്യൻ, പാർട്ട് ബിയിൽ 12 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. പാർട്ട് എയിൽ 5 മാർക്കിന് 5 ക്വസ്റ്റ്യൻ 5 അറ്റൻഡ് ചെയ്യണമെന്ന് കമ്പൽസറി ആണ്. അതിൽ പാർട്ട് ബിയിൽ മൊത്തം 7 ക്വസ്റ്റ്യൻസ് വരും. അല്ല, ഇനി 5 ആൻസർ ചെയ്യുക. ഓരോന്നിനും 7 മാർക്ക് വീതമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് മൊഡ്യൂൾ മൊത്തം ഇതിനകത്തില്ല, ഒരു ഹാഫ് പോർഷൻ മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. അതിനകത്ത് ആദ്യം ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ജനറൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് തന്നിട്ടുണ്ട്. പിന്നെ ബേസിക്കൽ ലെക്സിക്കൽ എലമെൻറ്റ്സ് ആൻഡ് ഡേറ്റ ടൈപ്സ് എന്തൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഡേറ്റ ടൈപ്സ് എന്താണ് ഒരു പ്രോഗ്രാമിൻ്റെ സ്കെൽട്ടൺ, അത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കാനായിട്ട് പോകുന്നത്. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ മനസ്സിലാവും. വെരിലോഗ് ഈസ് എ ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വെരിലോഗ് കോഡിങ്. BTech LCDയിലൊക്കെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. വെരിലോഗ് കോഡിങ് ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് ആണ്. അത് 1980s ഡെവലപ്പ് ആയത്. അതൊക്കെ ഇൻട്രൊഡക്ഷൻ പോർഷൻസ് ആണ്. അതിനകത്ത് മെയിനായിട്ട് വരുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്കറിയാം വെരിലോഗിനെ നമ്മൾ 3 രീതിയിലാണ് മോഡൽ ചെയ്യാറ്. ബിഹേവിയറൽ മോഡലിംഗ് ഉണ്ട്, രജിസ്റ്റർ ട്രാൻസ്ഫർ മോഡലിംഗ്, സ്ട്രക്ചറൽ മോഡലിംഗ് ഉണ്ട്, പിന്നെ ഉള്ളത് ഗേറ്റ് ലെവൽ മോഡലിംഗ് ആണ്. അപ്പോൾ ഗേറ്റ് ലെവൽ മോഡലിംഗ് ആണ് ഏറ്റവും ബേസ് ആയിട്ട്. അതായത് നമുക്ക് ലോജിക് ഗേറ്റ്സ് വന്നു കഴിഞ്ഞാൽ ആ ഗേറ്റ്സ് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഇൻപുട്സും ഔട്ട്പുട്ട്സും ഡിക്ലെയർ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കാണാനായിട്ട് പറ്റും. ബിഹേവിയറിൽ നമ്മൾ കുറച്ചും കൂടെ അതിൻ്റെ ഓരോ സിങ്ക്രണൈസ് ആയിട്ടുള്ള ക്ലോക്കുകൾ കൊടുത്തും വേറൊരു സ്ട്രക്ചർ ഓഫ് പ്രോഗ്രാമാണ് സ്ട്രക്ചറൽ ബിഹേവിയറൽ മോഡലിനകത്ത് വരുന്നതും. അതുപോലെ രജിസ്റ്റർ ട്രാൻസ്ഫർ ലെവൽ മോഡലിനകത്ത് വരുന്നതും വേറൊരു രീതിയിലുള്ള വെച്ചാൽ ഏത് പ്രോഗ്രാം തന്നാലും ഏതൊരു ഫിഗർ തന്നാലും നമുക്ക് അതിന് ഏത് മോഡലിംഗിൽ വേണം ചെയ്യാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള മോഡൽ ഗേറ്റ് ലെവലാണെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ജനറൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു വെരിലോഗ് കോഡിങ്ങിലൂടെയാണ്. നിങ്ങൾക്ക് ഞാൻ തന്ന ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്താൽ മനസ്സിലാവും. ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്, നമ്മുടെ സിലബസ് തന്നെയാണ് ടെക്സ്റ്റ് ബുക്ക്. നോട്ട്സ് ശരിക്കും പറഞ്ഞാൽ എടുത്ത് തരേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്ത് തന്നെയാണ് നമ്മുടെ സിലബസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ജനറലായിട്ട് ഇപ്പം ഇതിനകത്ത് നിങ്ങൾ കോഡിങ് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ വെരിലോഗ് കോഡ് പ്രോഗ്രാമാണ്, ഒരു ഗേറ്റ് ലെവൽ പ്രോഗ്രാമാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു കമ്പാരേറ്ററിൻ്റെ ഫിഗറാണ്, 1 ബിറ്റ് കമ്പാരേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്നോർ ഗേറ്റ് തന്നെയാണ് അല്ലേ. എക്സ്നോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ അല്ലേ ഇത്. 0 കൊടുക്കുമ്പോൾ മാത്രം 1 കിട്ടും, 1 കൊടുക്കുമ്പോഴും ഔട്ട്പുട്ട് 1 ആണ്. ഈ ഇൻപുട്ട് ഈക്വൽ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ഇൻപുട്ട് ഈക്വൽ അല്ലാത്ത കേസിൽ ഔട്ട്പുട്ട് എപ്പോഴും 0 ആയിരിക്കും. ഇതാണൊരു 1 ബിറ്റ് കമ്പാരേറ്റർ അല്ലെങ്കിൽ ഇക്വാലേറ്റർ അല്ലെങ്കിൽ എക്സ്നോർ ഗേറ്റിൻ്റെയൊക്കെ ട്രൂത്ത് ടേബിൾ. അപ്പോൾ ഈ ട്രൂത്ത് ടേബിൾ വെച്ച് നമ്മളൊരു കോഡിങ് എഴുതാൻ പോവുകയാണ്, വെരിലോഗ് കോഡിങ് എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫിഗറായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. 2 ഇൻപുട്സ് ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എത്ര ഇൻപുട്സ് ഉണ്ട്. I0യും I1ഉം 2 ഇൻപുട്ടും ഉണ്ട്, ഒരു ഔട്ട്പുട്ടുണ്ട്. EQ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് ഔട്ട്പുട്ടിനെ. ഇപ്പോൾ 2 ഇൻപുട്സ് ഉണ്ട്.
രണ്ട് ഇൻപുട്സ് ഉണ്ട്. ഇനി നമുക്ക് ഈ ട്രൂത്ത് ടേബിളിൽ നിന്ന് എന്ത് ചെയ്യാം, എക്സ്പ്രഷൻ എഴുതാലോ. 0 കൊടുത്ത സമയത്ത് ഔട്ട്പുട്ട് 1 ആവുന്നുണ്ട്, 1 കൊടുക്കുമ്പോഴും ഔട്ട്പുട്ട് 1 ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇക്വാളിറ്റി അല്ലെങ്കിൽ ഔട്ട്പുട്ടിന് ഇക്വേഷൻ എഴുതാം. EQ = I0 I1 പ്ലസ് I0 പ്ലസ് I0 I1 എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതാമല്ലോ. ഈ രീതിയിൽ ഇക്വേഷൻ എഴുതാൻ മേലെ ഹൈ ആവുന്ന വെച്ചിട്ടാണല്ലോ നമ്മൾ സാധാരണ ഇക്വേഷൻ എഴുതുന്നത്. ഇതെന്ന് പറയുമ്പോൾ എന്താ, I0 I1 പ്ലസ് അടുത്ത എക്സ്പ്രഷൻ ഇതാണ്. I0 ആയതുകൊണ്ട് I0 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. I1 എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് നമ്മൾ I1 എന്ന് തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ഇക്വേഷൻ. ഇതിലും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. 2 ഇൻപുട്ടും ഉണ്ട്, ഒരു ഔട്ട്പുട്ടും ഉണ്ട്. ഇതിനകത്ത് എന്താ ഒരു ബ്ലോക്ക് ഇതാണ്, ഇതൊരു ബ്ലോക്കായിട്ട് കാണിച്ചിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടത്, ഇത് രണ്ടും എന്ത് ചെയ്യണം, നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ഈ ഈക്വാളിറ്റി എന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം. നമുക്ക് 2 ഇൻപുട്ടുണ്ട്, I0 I1. അതിനെ രണ്ടിനെയും എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. I0 I1 മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ, I0 × I1, അതിന് വേണ്ടിയിട്ടാണ് ഒരു ആൻഡ് എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ ആംബസൺ കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ടോ? അതുപോലെ തന്നെ നമുക്ക് പിന്നെ എന്താ വേണ്ടേ, ഇവിടെ എന്താ വേണ്ട, I0 I1 ആണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം, I1 നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് I0 I1 മാത്രമേ നമ്മുടെ ഇൻപുട്ടായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യണം, നെഗറ്റീവ് ആക്കണം. അപ്പോൾ I0നെ നമുക്ക് I0 ആക്കി മാറ്റണമെങ്കിൽ ഫ്രണ്ടിൽ എന്ത് ചെയ്യാൻ മതി, നെഗേഷൻ കൊടുത്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് 2 ബ്ലോക്കുണ്ട്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ബ്ലോക്ക്, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബ്ലോക്ക്. ഇത് രണ്ടും കൂടെ ചേർത്ത് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു ബ്ലോക്ക് കിട്ടും. അല്ല, ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് ആഡ് ചെയ്യണമെങ്കിൽ കൊടുക്കുന്നതാണത് ഈ എക്സ്പ്രഷൻ. ഉണ്ടോ, ഓർ എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ കൊടുക്കും. ഒന്നെങ്കിൽ P0 ഓർ എന്നൊരു ഓപ്ഷൻ, കാരണം ഒന്നെങ്കിൽ P0 ആയിരിക്കും ഔട്ട്പുട്ട്, അല്ലെങ്കിൽ P1 ആയിരിക്കും ഇൻപുട്ട് എങ്ങനെയാണോ I0 I1 വാല്യൂസ് എങ്ങനെയാണോ വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ട്രൂത്ത് ടേബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇക്വേഷൻ എഴുതി. ആ ഇക്വേഷനെ നമ്മൾ എന്താക്കി മാറ്റി, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആക്കി മാറ്റി അല്ലേ. ഇനി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഗ്രാം എഴുതാൻ പറ്റും. പ്രോഗ്രാം എപ്പോഴും എഴുതുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യം ഞാൻ ആക്ച്വലി പ്രോഗ്രാം ഒന്ന് ജസ്റ്റ് പറയാം, അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് വരുന്ന ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലോ, നമ്മളിപ്പോൾ സാധാരണ ഏത് പ്രോഗ്രാം എനിക്കിഷ്ടമുള്ള പേര് വിളിക്കാം. ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് നമ്മൾ മറ്റേ സൈലിങ്സ് സോഫ്റ്റ്വെയറിൽ നമുക്ക് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഓണാക്കി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം മൊഡ്യൂളിൽ നിന്നൊക്കെ ഓൾറെഡി അവിടെ തന്നെ കിടപ്പുണ്ട് അല്ല, ഡിക്ലെയർ ആയിട്ട് തന്നെ കിടക്കുന്നതാണ്. EQ1 എന്നുള്ളത് ഞാൻ കൊടുക്കുന്ന, എനിക്ക് എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. ഒന്നെങ്കിൽ EQ1 എന്നോ അല്ലെങ്കിൽ കമ്പാരേറ്റർ എന്നോ അല്ലെങ്കിൽ എക്സ്നോർ ഗേറ്റ് എന്നോ എനിക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു മൊഡ്യൂളിന് എന്ത് ചെയ്യണം, ഒരു നെയിം കൊടുക്കണം, മൊഡ്യൂൾ നെയിം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, നമുക്ക് എത്ര ഇൻപുട്സ് ഉണ്ട്, നമുക്ക് എത്ര ഔട്ട്പുട്ട്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഡിക്ലെയർ ചെയ്യണം. അതിൽ എത്ര വയേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്, കണക്ട് ചെയ്യാൻ വേണ്ടി എത്ര വയേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്, പിന്നെ നമ്മൾ ചെയ്യാൻ വയേഴ്സ് ആവശ്യം, ഇത്രയൊക്കെ നമ്മൾ ആദ്യം തന്നെ ഡിക്ലെയർ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ആ പ്രോഗ്രാം എഴുതുന്നത്. ദെൻ ആ പ്രോഗ്രാമിനകത്ത് നമുക്ക് ചെയ്യേണ്ട എന്ത് കണ്ടീഷനാണ് നമുക്ക് ചെയ്യേണ്ടത്, അത് പിന്നെ പ്രോഗ്രാമിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അസൈൻ എന്ന് പറഞ്ഞ് എഴുതി നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പ്രോഗ്രാം എന്ത് ചെയ്യുക, അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര ഇൻപുട്സ് ഉണ്ട്, 2 ഇൻപുട്സ് ആണുള്ളത് അല്ലേ. I0 ഉണ്ട്, I1 ഉണ്ട്. അപ്പോൾ ഇൻപുട്ട് വയർ എന്നാണ് നമ്മൾ അതിനെ റെപ്രസെൻറ്റ്, ഇൻപുട്ട് എന്ന് റെപ്രസെൻറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇൻപുട്ട് I0 I1 ആണ്. നമുക്ക് എത്ര ഔട്ട്പുട്ട് ഉണ്ട്, ഒറ്റ ഔട്ട്പുട്ടേ ഉള്ളൂ, EQ അല്ലേ. അപ്പോൾ ഔട്ട്പുട്ട് വയർ എന്നാണ് നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ആദ്യം നമ്മൾ ഇത്ര ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ ആദ്യം മൊഡ്യൂൾ എഴുതുക, അതിന് നമ്മൾ ഇഷ്ടമുള്ള പേര് വിളിക്കുക. ആ പേര് വിളിച്ചു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് എത്ര ഇൻപുട്സ് ഉണ്ട് ഔട്ട്പുട്ട്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം നമുക്കിനി എത്ര വയേഴ്സ് ആവശ്യമുണ്ടെന്നുള്ളതാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്. വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക്, താഴത്താണ് നമ്മുടെ സെക്കൻഡ് ബ്ലോക്ക്. ഫസ്റ്റ് ബ്ലോക്കിൻ്റെ ഔട്ട്പുട്ടും സെക്കൻഡ് ബ്ലോക്കിൻ്റെ ഔട്ട്പുട്ടിനെ നമ്മൾ P0 P1 എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ P0യും P1ഉം കൂടെ നമ്മളെന്താ ഓർ ചെയ്യുമ്പോഴാണ് എന്ത് EQ. ഈ P0യും P1 എന്ന് പറഞ്ഞ ടേം നമ്മുടെ ഈ പ്രോഗ്രാമിനകത്തുണ്ടോ, നമ്മുടെ ഇക്വേഷനകത്തുണ്ടോ, ഇല്ല, നമ്മളത് എക്സ്ട്രാ കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 2 വയേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിൻ്റെ ഔട്ട്പുട്ടിനെ ഞാൻ P0 എന്ന് വിളിച്ചു, P1ൻ്റെ ഔട്ട്പുട്ട് സെക്കൻഡിൻ്റെ ഔട്ട്പുട്ടിനെ ഞാൻ P1 എന്ന് വിളിച്ചു. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓർ ചെയ്യുമ്പോഴാണ് എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ P0യും P1 നമ്മൾ പറയുന്നതാണ് വയേഴ്സ് എന്ന് പറയും. അപ്പോൾ എത്ര വയേഴ്സ് ഉണ്ട്, അങ്ങനെ എക്സ്ട്രാ നമ്മൾ ആരെയൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ടോ അവരെല്ലാം നമ്മൾ വയറായിട്ടാണ് എടുക്കേണ്ടത്, P0യും P1ഉം. അപ്പം എപ്പോഴും പ്രോഗ്രാം എഴുതി കഴിഞ്ഞതുണ്ടോ സെമിക്കോളം കണ്ടോ, നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എൻഡ് ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കണം, ഒരു സെമിക്കോളം കൊടുക്കണം. ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം, ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ആദ്യം ഇൻപുട്ടിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഔട്ട്പുട്ടിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് വേണം സെമിക്കോളം കൊടുക്കാനായിട്ട്. മൊഡ്യൂളിൽ നമ്മൾ സെമിക്കോളം ഇടാറില്ല.
ഓക്കെ, അടുത്തത് തൊട്ട് താഴെ കണ്ടോ, ഇനിയാണ് നമ്മൾ എക്സ്പ്രഷൻസ് അസൈൻ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നുണ്ടോ, അതിനകത്താണ് നമുക്ക് ചെയ്യാനുള്ളത് എന്ത് ഓപ്പറേഷനാണ് അത് കൊടുക്കുന്നത്. ആദ്യത്തെ കണ്ടോ, അസൈൻ ഈക്വാളിറ്റി, അസൈൻ ചെയ്യുക, ഔട്ട്പുട്ട് ഈക്വാളിറ്റി ഈസിക്കൽ ടു P0 ഓർ P1. ഇതാണ് ഈക്വാളിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ എഴുതി അല്ലേ, നമ്മളിവിടെ ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. P0 ഓർ P1 ആണ് നമ്മുടെ ഈക്വിൻ്റെ ഇക്വേഷൻ. ഇനി എന്താണ് P0 എന്നുള്ളത് അസൈൻ ചെയ്ത് കൊടുക്കണം. എന്താണ് P0? നെഗേഷൻ I0നെ ആൻഡ് നെഗേഷൻ I1 ആണ് P0യും, അസൈൻ P1 എന്താണെന്ന് അസൈൻ ചെയ്ത് കൊടുക്കുക, I0 ആംബസൻ I1. ഓക്കെ, അപ്പം P0യും P1ഉം കിട്ടും. അതിന് എന്ത് ചെയ്തോളും, ഓർ ചെയ്യുന്നതാണ് എൻ്റെ ഔട്ട്പുട്ട് EQ. പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, എൻഡ് മൊഡ്യൂൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ജനറൽ ഡിസ്ക്രിപ്ഷൻ, ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന പോർഷൻ.